ഹലോ ഓൾ, സിമെഡിടെക് ഓൺലൈൻ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ സപ്ലിമെൻ്ററി എക്സാംസിന് വേണ്ടിയിട്ട്, അതായത് DMLT, BSc MLT സപ്ലിമെൻ്ററി എക്സാംസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്യൂഷൻ ക്ലാസ്സസ് സിമെഡിടെക് ഓൺലൈൻ അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ BSc MLT ആണെങ്കിൽ 10 മാർക്കിൻ്റെ essay, 5 മാർക്കിൻ്റെ ഷോർട്ട് ആൻസേഴ്സ്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, അതൊക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, നിങ്ങൾക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്ന് നമ്മളുടെ ഓരോ ഡീറ്റെയിൽഡ് ക്ലാസ്സിലും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തന്ന് നിങ്ങളെ ആ ഒരു സപ്ലിമെൻ്ററി എക്സാമിന് കോച്ചിങ് നടത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കണ്ടെത്തി തരാൻ സിമെഡിടെക് ഓൺലൈൻ അക്കാഡമി ശ്രമിക്കും. അപ്പോൾ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ PSC ക്ലാസ് വളരെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5th ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ DHA, MOH, HAD, പ്രൊമട്രിക് എക്സാംസിന് നമ്മൾ അപ്പിയർ ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസും തന്നെ പാസ്സായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രിന്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ്, അതുകൂടാതെ MCQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, കൂടാതെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ വിങ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഒരു എക്സാം പോലെ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ളൊരു വേദി കൂടിയാണ് സിമെഡിടെക് ഓൺലൈൻ അക്കാഡമി. അപ്പം നമുക്ക് ഇന്ന് സപ്ലിമെൻ്ററി എക്സാം, അതായത് BSc MLT, DMLTയുടെ എക്സാംസിന് വേണ്ടിയിട്ടുള്ളൊരു കോച്ചിങ്ങുമാണ്. ഇന്ന് ഒരു ഡെമോ ക്ലാസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് ഒരു 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് A ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന പോർഷൻ നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ടൈപ്പ് A ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് A, ആ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താണ്, ലിവർ സെൽസിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ലിവർ സെൽസിനെയാണ് മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം അല്ലെ, ഹെപ്പറ്റൈറ്റിസ് B ഒക്കെ ആണെങ്കിലും ജോണ്ടിസും ആയിട്ട് ഹൈലി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ഡിസീസ് ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് ടൈപ്പ് A ഹെപ്പറ്റൈറ്റിസ് എന്താണെന്ന് നോക്കിയാലോ. അതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് വൈറസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഹെപ്പറ്റൈറ്റിസ് A വൈറസ് ഉണ്ട്, B ഉണ്ട്, C, D, E, G, ഇത്രയും ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതും ഹെപ്പറ്റൈറ്റിസ് B വൈറസ് ആണ്. അതേസമയം ഹെപ്പറ്റൈറ്റിസ് A വൈറസിൽ നിന്ന് PSCക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ DHA, MOH, അതിനായിക്കോട്ടെ ഒരുപാട് MCQ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് A ഹെപ്പറ്റൈറ്റിസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് കളയരുത്. അപ്പം നമുക്കറിയാം ടൈപ്പ് A ഹെപ്പറ്റൈറ്റിസ് ഇറ്റ്സ് എ ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ്. അതൊരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ആണ്. അഫക്ട് മെയിൻലി യങ് അഡൽട്സ് ആൻഡ് ചിൽഡ്രൻ, അതായത് കുഞ്ഞു ചിൽഡ്രൻസും അതുപോലെ യങ് അഡൽട്ട്സൊക്കെയാണ് ഇത് കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി എന്താണ്, എസിംറ്റമാറ്റിക് ആണ്. അതുകൂടാതെ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 to 6 വീക്സ് ആണ്. അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് 2 to 6 വീക്സ് ആണ്. അതുപോലെ തന്നെ അത് മെയിൻലി 2 സ്റ്റേജസ് ആണ്. പ്രോഡ്രോമൽ അല്ലെങ്കിൽ ഇക്ടെറിക്, 2 സ്റ്റേജ് ഉണ്ട്. പ്രോഡ്രോമൽ അല്ലെങ്കിൽ പ്രീ ഇക്ടെറിക് അല്ലെങ്കിൽ ഇക്ടെറിക് സ്റ്റേജ്, അങ്ങനെ മൊത്തം 2 സ്റ്റേജസ് ആണുള്ളത്. അതിനകത്ത് ഇതിൻ്റെ ഓൺസെറ്റ് പറയുവാണെങ്കിൽ അക്യൂട്ട് ഓൺസെറ്റ് ആയിരിക്കും. അതുകൂടാതെ ഫീവർ, മാലൈസ്, ഹെഡ് ഏക്ക്, അനോറെക്ഷ്യ, നോസിയ, വോമിറ്റിങ്, ലിവർ ടെൻഡർനെസ് ഒക്കെയാണ് ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് പഠിക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് B വൈറസ് മാത്രം DNA വൈറസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് B വൈറസ് DNA വൈറസ് ആണ്. ബാക്കി എല്ലാവരും RNA വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് B വൈറസ് ഒരു DNA വൈറസും ബാക്കിയുള്ളവരെല്ലാവരും RNA വൈറസുമാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് MCQ ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്, ഇതിൻ്റെ റിക്കവറി എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും. അതുപോലെ മോർട്ടാലിറ്റി റേറ്റും ലോ ആയിരിക്കും. അപ്പം നമ്മൾ ടൈപ്പ് A ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാലോ. ഇതൊരു ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ് ആണ്. ആരാണ് കൂടുതൽ അഫക്റ്റ് ആവുന്നത്, യങ് അഡൽട്സും ചിൽഡ്രൻസും ആണ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ഇവരുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്താണ്, മെജോറിറ്റി ഓഫ് ദ ഹ്യൂമൻസ് ആർ എസിംറ്റമാറ്റിക്. അതുപോലെ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 to 6 വീക്സ് ആയിരിക്കും. 2 സ്റ്റേജസ് ഉണ്ട്. പ്രോഡ്രോമൽ അല്ലെങ്കിൽ പ്രീ ഇക്ടെറിക് സ്റ്റേജ് എന്ന് പറയും, അല്ലെങ്കിൽ ഇക്ടെറിക് സ്റ്റേജ് എന്ന് പറയും. ഇതിൻ്റെ ഓൺസെറ്റ് എന്ന് പറയുന്നത് അക്യൂട്ട് ഓർ ഇൻസീഡിയസ് ആയിരിക്കും. അതുകൂടാതെ ഫീവർ, മാലൈസ്, ലിവർ ടെൻഡർനെസ്, അനോറെക്ഷ്യ, നോസിയ, വോമിറ്റിംഗ് ഒക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ റിക്കവറി എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും. പെട്ടെന്നൊരു റിക്കവറി ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ മോർട്ടാലിറ്റി റേറ്റും ലോ ആയിരിക്കും. ഇനി അതിൻ്റെ ഹെപ്പറ്റൈറ്റിസ് A വൈറസ് 1973 ഫസ്റ്റ് ഡിസ്കവർ ചെയ്യുന്നത്.
1973 നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് എ വൈറസിനെ ഫസ്റ്റ് ഡിസ്കവർ ചെയ്യുന്നത്. ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് എന്ന് പറയുന്നത് ഫെയിൻസ്റ്റോണും അദ്ദേഹത്തിന്റെ കോ വർക്കേഴ്സും കൂടി ഫീസസിൽ നിന്നാണ് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഹ്യൂമൻ വോളണ്ടിയർ, അതായത് ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ അഫക്റ്റ് ചെയ്ത ഹ്യൂമൻ വോളണ്ടിയറിന്റെ ഫീസസിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ ഫെയിൻസ്റ്റോണും കോവർക്കേഴ്സും 1973 ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്യുന്നത്. എവിടെ നിന്നാണ്? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഫീസസ്. അതും ഒരു ക്വസ്റ്റ്യൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് ആണ് മോർഫോളജി. 27 നാനോമീറ്റർ ആണ് അതിന്റെ മോർഫോളജിക്കൽ ഫോമിൽ നമ്മൾ സൈസ് പറയുന്നത്. നോൺ എൻവലപ്ഡ് RNA വൈറസ് ആണ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. നോൺ എൻവലപ്ഡ് RNA വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ പിക്കോർണ വൈറസ് ഫാമിലിയിലാണ് ഇവർ വരുന്നത്. എവിടെ വരുന്നത്? പിക്കോർണ വൈറസ് ഫാമിലിയിലാണ് വരുന്നത്. അപ്പൊ ഇത് ഇത്രയും, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. നോൺ എൻവലപ്ഡ് RNA വൈറസ് ആണ്, പിക്കോർണ വൈറസ് ഫാമിലിയിലാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് വരുന്നത്. ഇനി അതിന്റെ റെസിസ്റ്റൻസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനാക്ടിവേഷൻ ബൈ ഹീറ്റ് അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour ഈതർ ആൻഡ് അസിഡിക് pH അറ്റ് pH 3. അതായത് pH 3 അത് ഇനാക്ടിവേഷനെ റെസിസ്റ്റന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1 minute ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇനാക്ടിവേറ്റ് ആവും. 1 minute ബോയിലിംഗ് അതിന് ഇനാക്ടിവേഷൻ ആണ്. അതുപോലെ 1:4000 ഡൈലൂഷനിൽ ഫോർമാലിൻ വെച്ചിട്ട് 37 ഡിഗ്രി സെൽഷ്യസിൽ 72 hours അവർക്ക് ഇനാക്ടിവേഷൻ നടത്താൻ പറ്റും. അതുപോലെ ക്ലോറിൻ ആണെങ്കിൽ 1 ppm ഫോർ 30 minutes. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചു, മോർഫോളജി നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് വൺ ആണ് എപ്പിഡമോളജി എന്ന് പറയുന്നത്. എപ്പിഡമോളജി എന്താണ്? നാച്ചുറൽ ഇൻഫെക്ഷൻസ് ഇൻ ഓൺലി ഇൻ ഹ്യൂമൻസ്. നാച്ചുറലി ഇൻഫെക്ഷൻ കിട്ടുന്ന ആർക്കാണ്? ഹ്യൂമൻസിന് മാത്രമാണ് ഇൻഫെക്ഷൻ കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിമ്പാൻസീസ് ഒക്കെ എഫക്റ്റഡ് ആണ്, അത് പക്ഷെ വളരെ റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. ഇനി അതിന്റെ ട്രാൻസ്മിഷൻ, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഫീക്കൽ ഓറൽ റൂട്ട് ആണ്. എങ്ങനെയാണ് ട്രാൻസ്മിഷൻ വരുന്നത്? ഫീക്കൽ ഓറൽ റൂട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ആ ഏജ് കാറ്റഗറി എന്ന് പറയാലോ? കുഞ്ഞു കുട്ടികളല്ലേ. അപ്പൊ അഡൽട്സ് ഒക്കെയാണ്, അവർക്ക് പൂർ സാനിറ്റേഷൻ, അതുപോലെ തന്നെ ഹൈജീൻ കുറവ്, അവരെപ്പോഴും ശ്രദ്ധിക്കാതെയൊക്കെ അല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർ കൂടുതൽ എഫക്ട് ചെയ്യാനുള്ള കാരണം. അപ്പൊ ഫീക്കൽ ഓറൽ റൂട്ട് ആണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇനി നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഇഞ്ചക്ഷൻ വഴിയാണ്, അറിയാലോ. ആ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, അതുപോലെ തന്നെ മിൽക്ക്, അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ ഇൻജസ്റ്റ് ചെയ്യണ വഴിയാണ് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നത്. ഇനി നമ്മുടെ ഇൻഡസ്റ്റൈനൽ എപ്പിത്തീലിയത്തിൽ വെച്ചിട്ടാണ് ഈ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഹെമറ്റോജിനസ് സ്പ്രെഡ് വഴി അവർ ലിവറിൽ എത്തിച്ചേരുന്നു. ഇൻഡസ്റ്റൈനൽ എപ്പിത്തീലിയത്തിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹെമറ്റോജിനസ് സ്പ്രെഡ് വഴി അവർ നമ്മുടെ എവിടെ എത്തുന്നു? ലിവറിൽ എത്തിച്ചേരുന്നു. ഈ ലിവറിൽ എത്തിക്കഴിഞ്ഞിട്ട് അവർ ഫീസസ് വഴി ഷെഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ മെയിൻ ആയിട്ട് ഈ ഫീസസ് വഴി ഷെഡ് ചെയ്യുന്നത് പ്രോഡ്രോമൽ സ്റ്റേജ് അല്ലെങ്കിൽ അതിന്റെ ലേറ്റ് ഇൻക്യുബേഷൻ പീരീഡിലാണ് ഈ ഫീസസ് വഴി ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ വൈറസ് ഷെഡായി പോകുന്നത്. ഇനി ജോണ്ടിസ് ആണ് അതിനകത്ത് ഒരു ക്ലിനിക്കൽ ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഈ ജോണ്ടിസ് വന്നു കഴിയുമ്പോൾ ആ ഫീസസിനകത്ത് ഡിറ്റക്ട് ചെയ്യുക എന്ന് പറയുന്നത് റെയർലി നടക്കുന്ന ഒരു കണ്ടീഷനാണ്. അതുപോലെ ക്രോണിക് ആയിട്ടുള്ള കാരിയേഴ്സിനൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ പ്രീ ഇക്റ്ററിക് സ്റ്റേജിൽ വൈറീമിയ പ്രസന്റ് ആയിരിക്കും. പ്രീ ഇക്റ്ററിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫസ്റ്റ് സ്റ്റേജിൽ ബ്ലഡിനകത്ത് എന്തുണ്ടാവും? വൈറസ് പ്രസന്റ് ആയിരിക്കും. അതാണ് വൈറീമിയ പ്രീ എക്ടറിക് സ്റ്റേജിൽ പ്രസന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പേരന്റൽ ട്രാൻസ്മിഷൻ, അതായത് പേരന്റൽ ട്രാൻസ്മിഷൻ എന്താണ്? വളരെ റെയർ ആയിട്ട് മാത്രമാണ് നടക്കുകയുള്ളൂ. കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടർ, മിൽക്ക് ഒക്കെയാണ് ഇതിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓവർ ക്രൗഡിങ്, പുവർ സാനിറ്റേഷൻ ഒക്കെ ഉള്ള ആളുകളിലാണ്, അതുപോലെ തന്നെ പുവർ ഹൈജീൻ ഒക്കെ ഉള്ള ആളുകളിലാണ് കൂടുതലും ഈ ഒരു ഇൻഫെക്ഷൻ പെട്ടെന്ന് പിടിപെടുന്നത്. അതുകൂടാതെ ഇനി അതിന്റെ ലാബ് ഡയഗ്നോസിസ് പറയുകയാണെങ്കിൽ, ഒരു ലാബ് ഡയഗ്നോസിസ് നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് സ്പെസിമൻ. നമ്മൾ ഏത് ഇൻഫെക്ഷൻ ആണോ അല്ലെങ്കിൽ ഏത് പാരസൈറ്റ് ആണോ ഏത് വൈറസ് ആണോ ഏത് ബാക്ടീരിയ ആണോ ഒരു ലാബ് ഡയഗ്നോസിസ് എഴുതുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പെസിമൻ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തിടുക. സ്പെസിമൻ എന്തായിരിക്കും ഇവിടെ? ഫീസസ് ഓർ സിറം ആണ് നമ്മളിവിടെ സ്പെസിമൻ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡയറക്റ്റ് ഡെമോൺസ്ട്രേഷൻ. നമ്മൾ എങ്ങനെയാണ്? ഇമ്മ്യൂണോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി യൂസ് ചെയ്തിട്ടാണ് ഈ വൈറസിനെ നമ്മൾ ഡയറക്റ്റ് ഡെമോൺസ്ട്രേഷൻ നടത്തുന്നത്. ഇനി സിറോളജി യൂസ് ചെയ്യുവാണെങ്കിലോ, സിറം നമ്മൾ പറഞ്ഞല്ലോ ഒരു സാമ്പിൾ സിറം ആണെന്ന് പറഞ്ഞു. സിറോളജി യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആന്റിബോഡി ഡിറ്റക്ഷൻ ആണ് മെയിൻ ആയിട്ട് നടത്തുന്നത്. അതുകൂടാതെ ലേറ്റ് ഇൻക്യുബേഷൻ പീരീഡിൽ IgM ആന്റിബോഡി ആണ് മെയിൻലി പ്രസന്റ് ആയിട്ട് വരുന്നത്.
IgM ആൻറ്റി HIV ആൻറ്റിബോഡിയാണ്. അതൊരു 2 to 3 വീക്സ്, നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് പറഞ്ഞല്ലോ അല്ലേ, 2 to 6 വീക്സ് ആണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു 2 to 3 വീക്സിൽ എത്തുമ്പോൾ ഈ IgM ആൻറ്റിബോഡീസ് പീക്ക് ലെവലിൽ എത്തും. മനസ്സിലായല്ലോ? IgM ആൻറ്റിബോഡീസ് പീക്ക് ലെവലിൽ എത്തുന്നത് എപ്പോഴാണ്? ഒരു 2 to 3 വീക്സിൻ്റെ ടൈമിലാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 3 to 4 മന്ത്സ് കഴിയുമ്പോഴേക്കും അത് ഡിസപ്പിയർ ആയി പോകും. അതുകൂടാതെ IgG ആൻറ്റിബോഡീസ് ആണെങ്കിൽ ആ സെയിം ടൈമിൽ, അതായത് 3 to 4 മന്ത്സിൽ എന്താണ്, പീക്ക് ലെവലിൽ എത്തും. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ഒരു MCQ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും ആണ്, IgM പീക്ക് ലെവലിൽ എത്തുന്നത് ഏതാണ്? 2 to 3 വീക്സിലാണ്. IgG ആണെങ്കിലോ ആഫ്റ്റർ 3 to 4 മന്ത്സിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോരുത്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ആൻറ്റിബോഡി ഏതാണ്? IgM ആൻറ്റി HIV ആൻറ്റിബോഡിയാണ് ഫസ്റ്റ് വരുന്നത്. രണ്ടാമത് വരുന്നതാണ് IgG ആൻറ്റിബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ IgM ആൻറ്റിബോഡിയുടെ ഡിറ്റക്ഷൻ കറണ്ട് അല്ലെങ്കിൽ റീസെൻറ്റ് ഇൻഫെക്ഷനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി എലൈസ കിറ്റ്സ് ആണ് നമ്മൾ ഈ ആൻറ്റിബോഡി ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിനകത്ത് ലാബ് ഡയഗ്നോസിസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി പ്രൊഫൈലാക്സിസ് പറയുവാണെങ്കിലോ, നമ്മൾ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യുക. അതായത് മെയിനായിട്ട് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് പറഞ്ഞത്? ഫീക്കൽ ഓറൽ റൂട്ട് വഴിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് മെയിനായിട്ട് പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ പൂർ സാനിറ്റേഷൻ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈജീൻ, എപ്പോഴും ഹൈജീൻ ആയിട്ടിരിക്കുക, നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പും. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ഇനാക്ടിവേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ബോയിലിങ്, അതുപോലെ നല്ല തിളപ്പിച്ച വെള്ളം കുടിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെയാണ് അതിൻ്റെ പ്രൊഫൈലാക്സിസിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാക്സിനും അവൈലബിൾ ആണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കുന്നത്. ഇനി ഇത് ഒരു സപ്ലിമെൻ്ററി എക്സാമിന് എഴുതുവാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ഇപ്പോൾ ടൈപ്പ് എ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യം അതെന്താണെന്ന് എഴുതുക. അതിനുശേഷം അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എഴുതി, അതിൻ്റെ നോർമൽ കാര്യങ്ങൾ എഴുതി. അതിനുശേഷം നമ്മൾ ആ വൈറസിനെ മെൻഷൻ ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതുക. അതിൻ്റെ മോർഫോളജി എഴുതുക, റെസിസ്റ്റൻസ് എഴുതുക, എപ്പിഡമോളജി എഴുതുക, അതുപോലെ അതിൻ്റെ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ എഴുതുക. അതുപോലെ തന്നെ ലാബ് ഡയഗ്നോസിസ് എഴുതുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പെസിമെനും ഓരോ മെത്തേഡും നമ്മൾ പറയുക. അതിനുശേഷം ലാസ്റ്റ് പ്രൊഫൈലാക്സിസ് ഓർ ട്രീറ്റ്മെൻറ്റ് എഴുതിയിട്ടാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഒരു എക്സാമിൻ്റെ പാറ്റേണിൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി MCQ ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഹെപ്പറ്റൈറ്റിസ് എ വൈറസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ സിംറ്റംസ്, അത് വളരെ റെയർ ആയിട്ടാണ് ചോദിക്കുക, എന്നാലും സിംറ്റംസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് ഏതാണ്? ഫീസസിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. ചില സമയത്ത് 1973 എന്നുള്ള വർഷം ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോൺ എൻവലപ്ഡ് RNA വൈറസ് ഇൻക്ലൂഡിങ് ദി പിക്കോർണ വൈറസ് ഫാമിലി. ഈ 3 പോയിന്റും ഒരു MCQ ക്വസ്റ്റ്യൻ ഉള്ള ഒരു ആൻസറാണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണ് നമ്മൾ പറഞ്ഞത്? മെയിനായിട്ട് ഏതാണ്? കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടർ, മിൽക്ക്. പിന്നെ അതിൻ്റെ ട്രാൻസ്മിഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് ട്രാൻസ്മിഷൻ? ഫീക്കൽ ഓറൽ റൂട്ട് വഴിയുള്ള ട്രാൻസ്മിഷൻ. ഇത്രയാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ.